السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. ഇൻഷാല്ലാ നമ്മൾ പുതിയ ലെസൺ ഇൻഷാല്ലാ ലെസൺ 6 സ്റ്റാർട്ട് ചെയ്യാണ്. അൽഹംദുലില്ലാ ലെസൺ 5 വരെ എല്ലാവരും ഒരുവിധം തറവാക്കി എന്ന് വിചാരിക്കുന്ന അസൈൻമെന്റ്സ് ഒക്കെ എനിക്കൊന്ന് കുറേ പേരുടെയൊക്കെ കിട്ടി. മാഷാല്ലാ ഭയങ്കര സന്തോഷം തോന്നി. പ്ലസ് കുറച്ച് ആൾക്കാർ അറബി എഴുതാൻ പോലും അറിയില്ലായിരുന്നു, ഇപ്പം ഗ്രാമർ പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അവരും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കൻ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ലെസൺ 6 എന്ന് പറയുമ്പം 5 വരെ നമ്മൾ നോമിനൽ സെന്റൻസ് അല്ലെങ്കിൽ ജുംലത്തുൽ ഇസ്മിയ ആണ് അല്ലെ, ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ് മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ചെറുതായിട്ട് വെർബൽ സെന്റൻസസ് അല്ലെങ്കിൽ ജുംലത്തുൽ ഫഅലിയകൾ നോക്കി തുടങ്ങാം. ചെറുതായിട്ടേ ഉള്ളൂ, നമ്മൾ ശരിക്കുള്ള രീതിയിൽ ഇൻഷാല്ലാ അടുത്ത ബുക്കിലെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇൻഷാല്ലാ. ഓക്കെ, വെർബൽ സെന്റൻസസ്. ഫിഅലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസസ്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഖാന. ഓക്കെ, ഖാന എന്ന് പറഞ്ഞാൽ അറബിയിലെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡാണ്, വേർബാണ്. നമ്മൾ ഏറ്റവും ആദ്യം ഫീ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഹെർഫ് എന്ന് പറഞ്ഞിട്ട്. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർബാണ് അറബിയിലുള്ള ഖാന. ഓക്കെ, ഖാനയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാസ്. ഇംഗ്ലീഷിലെ വാസ്, മലയാളത്തിൽ ആയിരുന്നു എന്ന് പറയാം. കറക്റ്റ് ഒരു സെന്റൻസിനനുസരിച്ച് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ എല്ലാം ഒരു പ്രസന്റ് ടെൻസിലാണ് അല്ലെ പല കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. ഹുവ സഗീറുൻ, അവൻ ചെറിയവനാണ്. അപ്പം ഒരു എക്സാമ്പിൾ എഴുതണം, ഹുവ സഗീറുൻ. അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ എഴുതുമ്പോൾ ഹുവ ഹി ഈസിന് നമ്മൾ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു അല്ലെ അറബിയിൽ. അപ്പം ഹി ഈസിന് എഴുതിയിട്ട് സഗീർ എന്നുള്ള അതിൽ സ്മോൾ എന്ന് എഴുതും. എന്നാൽ ഇതേ സംഭവം നമ്മൾ കാന സഗീറുൻ എന്നെഴുതിയാൽ, കാന എന്ന് പറയുമ്പം ഹി വാസ്, സഗീറുൻ സ്മോൾ. ഓക്കെ, അപ്പം പാസ്റ്റ് ടെൻസിൽ നമ്മൾ അപ്പം അന തോലിബുൻ തോലിബത്തുൻ. ഓക്കെ, ഞാൻ ഐ ആം എ സ്റ്റുഡൻറ്. അതിന് നമ്മൾ അല്ലെങ്കിൽ ഒരു മെയിൽ തന്നെ പറയാന്ന് വെച്ചാൽ അന തോലിബുൻ, ഞാൻ ഒരു വിദ്യാർത്ഥി ആണ്. അതിന് കാന തോലിബുൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ഇത് പൊതുവെ
വേർബുകളുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, വേർബിന് നമ്മൾ ഒരൊറ്റ വാക്ക് ഉപയോഗിക്കുമ്പം അതിനകത്ത് ടെൻസും വരും, അതിനകത്ത് സബ്ജക്റ്റും വരും. ഇപ്പൊ ഇവിടെ കാന എന്ന് ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു പാസ്റ്റ് ടെൻസും വന്നു, പ്ലസ് ഹി എന്നുള്ള സബ്ജക്റ്റ് വന്നു. എല്ലാ വേർബുകളും അങ്ങനെയാണ്. ഫഅല ഹി ഡിഡ്, അല്ലേ? ജലസ ഹി സാറ്റ്, അവൻ ഇരുന്നു, അവൻ ചെയ്തു. ഫഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ചെയ്തു. അപ്പം വേർബുകൾ അങ്ങനെ വരും. അതിനൊരു സ്റ്റെം ഉണ്ടാവും, ഒരു റൂട്ട് ഉണ്ടാവും, പ്ലസ് അതിനൊരു എന്താണ് പ്രൊനൗൺ സഫിക്സ് ഉണ്ടാവും. നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. നമുക്കറിയാം അറബിയിൽ ടെൻസസിന്റെ കാര്യം പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ടെൻസ് ഉണ്ട്, അല്ലെ? പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒരേപോലെ, അതായത് മുബാരി ജസ്റ്റ് എഴുതാം. past tense or മാദി, present or future tense. മുബാരി, അല്ലേ? അമ്രുണ്ട്, അമ്രിലേക്ക് നമ്മൾ പോണില്ല. ജസ്റ്റ് ടെൻസുകൾ, അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പനയാണല്ലോ, ചെയ്യാൻ പറയുന്ന, അതൊരു വേറെ ഫോമാണ്. ടെൻസുകളെ വെച്ച് നോക്കുമ്പോൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസും, മാദി മുബാരി. അപ്പം ഇപ്പൊ നമ്മൾ കാനയുടെ മാദിയാണ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഓഫ് കാന അല്ലെങ്കിൽ മാദി ഫോം. മാലി ഫോമിൽ ഏതൊരു വേർബ് എടുക്കുകയാണെങ്കിലും അതിനൊരു സ്റ്റെം, സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് ഒരു തണ്ട് ഉണ്ടാവില്ലേ, ഒരു ആ തണ്ടിന്റെ മുകളിലാണ് ബാക്കി ബ്രാഞ്ചസ് ഒക്കെ വരുന്നത്. അതുപോലെ ഒരു സ്റ്റെം ഉണ്ടാവും, ഒരു പ്രൊനൗൺ സഫിക്സ് ഉണ്ടാവും. ഇതിപ്പോ അറബിയിൽ പഠിക്കുമ്പം പൊതുവെ മുമ്പേ ഗ്രാമർ പഠിച്ചവരൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പഠിച്ചത്. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മളൊരു ചെടി വിചാരിക്കുക, അതിന്റെ ഒരു തണ്ടും ബ്രാഞ്ചസും കരുതുക. ഈ തണ്ടിനെ സ്റ്റെം എന്ന് പറയും, ബ്രാഞ്ചസിന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന സഫിക്സ്. അതായത് ഇതാണ് തീരുമാനിക്കുന്നത് ആ ഒരു വേർബ് എന്താണെന്ന്, അതിന്റെ ജെൻഡർ ഏതാണ്, ഓക്കെ, സ്ത്രീലിംഗാണോ പുല്ലിംഗ ആണോ, കൗണ്ട് എത്രയാണ്, അത് എത്ര ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത്, അത് അത് സബ്ജക്റ്റ് ആരാണ്, ആ സബ്ജക്റ്റ് ആണോ പെണ്ണോ, പ്ലസ് സബ്ജക്റ്റിന്റെ കൗണ്ട് എത്രയാണ്. ഈ 3 കാര്യങ്ങളും ഈ സഫിക്സ് ആണ് തീരുമാനിക്കുന്നത്, നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യം. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാന എന്നുള്ള വാക്ക് എടുക്കുമ്പോൾ ഈ കാനയ്ക്ക് 2 തണ്ടുകളാണുള്ളത്, ക്യാൻ ആൻഡ് കുൻ. ക്യാൻ കുൻ, ഞാൻ ഇത് സുക്കൂനിട്ട് എഴുതാണ്. ഈ 2 തണ്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാന, ക്യാനു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഠിച്ചവർ, ക്യാന, ക്യാനു, ക്യാനത്ത്, അല്ലേ? ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം 2 തണ്ടുകളാണ് ഉണ്ടാവുന്നത്, ക്യാനും കുന്നും. ഇനി ഈ ക്യാനും കുന്നിനും നമ്മൾ സഫിക്സുകൾ ഈ പറഞ്ഞ സംഭവം കൊടുക്കുമ്പോൾ അത് എന്തായി മാറും? ക്യാൻ എന്നുള്ളതിന് ഒരു ഫത്ഹ കൊടുക്കുമ്പോൾ അത് എന്തായി? പുല്ലിംഗ ഏകവചനം ആയി, മാസ്കുലിൻ സിംഗുലർ. ക്യാന് അതുപോലെ ഒരു അത്ത് എന്നും കൂടെ എഴുതുമ്പോൾ അത് ഫെമിനിൻ സിംഗുലർ ആയി, സ്ത്രീലിംഗ ഏകവചനം. അപ്പൊ ക്യാൻ കുൻ, ഇതിൽ ക്യാൻ എന്നുള്ളതിന് ഒരു ഫത്ഹ മാത്രം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ഫത്ഹയാണ്, ഇവിടെ ഒരു അത്ത്. ഓക്കെ, ആ അത്ത് ഇത് കൊടുക്കുമ്പോൾ അത് സ്ത്രീലിംഗ ഏകവചനമായി. ക്യാന, ക്യാൻ എന്നുള്ളത് ക്യാന സ്ത്രീ പുല്ലിംഗ ഏകവചനം, ക്യാനത്ത് സ്ത്രീലിംഗ ഏകവചനം. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഹുവ ഫിൽ ബൈത്തി.
meaning he is in the house. ഓക്കെ, അവൻ ആ വീട്ടിലാണ്. ഇതില് നമ്മള് അവൻ വീട്ടിലായിരുന്നു എന്ന് എഴുതുമ്പോൾ ക്യാന ഫിൽ ബൈത്തി. He was in the house. ഓക്കെ, അപ്പം ഇവിടെ ഈ ക്യാന എന്ന് പറയുന്നത് അവിടെ ഹീയും വന്നു വാസും വന്നു. ഓക്കെ, അപ്പം പുല്ലിംഗ ഏകവചനം മാസ്കുലിൻ സിംഗുലർ. ഓക്കെ, ക്യാന. അതുപോലെ ഹിയ, ഹിയ എഴുതാന്ന് വെച്ചാൽ നമ്മള് ഹിയ ഫിൽ ബൈത്തി. ഷീ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ. ഷീ ഇസ് ഇൻ ദ ഹൗസ്. അവൾ ആ വീട്ടിലാണ്. അതിനെ നമ്മൾ എങ്ങനെ പാസ്റ്റ് ടെൻസിൽ എഴുതും? കാനത്ത് ഫിൽ ബൈത്തി. ഷീ വാസ് ഇൻ ദ ഹൗസ്. ഓക്കെ, കാനത്ത് ഫിൽ ബൈത്തി. ഇവിടെ ക്യാന എഴുതുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഹൂവയും ഹിയേയും എഴുതേണ്ട ആവശ്യമില്ല. എന്നാൽ അങ്ങനെയും എഴുതാം. ഓക്കെ, എഴുതേണ്ട ആവശ്യമില്ല എന്നാൽ അങ്ങനെയും എഴുതാം. എക്സാമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ ഹൂവ ക്യാന ഫിൽ ബൈത്തി. ഹുവ ക്യാന ഫിൽ ബൈത്തി. ഇതും ശരിയാണ്. ഇതിന്റെയും അർത്ഥം ഹി വാസ് ഇൻ ദ ഹൗസ് തന്നെയാണ്. ഓക്കെ, ഈ സെയിം സാധനം. ഓക്കെ, ഹി വാസ് ഇൻ ദ ഹൗസ് സെയിം ആണ്. പക്ഷേ ഹുവ ക്യാന ഫിൽ ബൈത്തി എന്ന് പറയുമ്പോൾ ഹീക്ക് സ്ട്രെസ് കൊടുക്കുകയാണ്. ഹി വാസ് ഇൻ ദ ഹൗസ്, അവൻ വീട്ടിലായിരുന്നു. നമ്മൾ പറയുമ്പോൾ ഒരു ഊന്നൽ കൊടുക്കൂലേ, അതുപോലെ. അപ്പം ഹുവ ക്യാന ഫിൽ ബൈത്തി എന്ന് പറയുമ്പോൾ ഹി വാസ് ഇൻ ദ ഹൗസ്, ജസ്റ്റ് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ എക്സ്ട്രാ ഹുവ. ഇതില്ലെങ്കിലും ക്യാന ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഷീ അവൾ എഴുതുമ്പോഴും ക്യാനത്ത് ഹിയ ക്യാനത്ത് ഫിൽ ബൈത്തി എന്ന് എഴുതാം. ഹിയ ക്യാനത്ത് ഫിൽ ബൈത്തി, സെയിം മീനിങ് തന്നെയാണ്. ഷീ വാസ് ഇൻ ദ ഹൗസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഷീ വാസ് ഇൻ ദ ഹൗസ് സെയിം മീനിങ് ആണ്. പക്ഷേ രണ്ടും കൂടി യൂസ് ചെയ്തത് കൊണ്ട്, ഹിയേയും ക്യാനത്തും കൂടി യൂസ് ചെയ്തുകൊണ്ട് ഷീ വാസ് ഇൻ ദ ഹൗസ്, അതിനൊരു എക്സ്ട്രാ സ്ട്രെസ് ആണ്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഖുർആനിലും ഉണ്ട്. ക്യാനയുടെയും ക്യാനത്തിന്റെയും ഉദാഹരണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും. എന്നാലും ഈ ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. സൂറത്തു നംലില് 43-ാമത്തെ ആയത്ത്. ഇന്നഹ കാനത്ത് മിൻ ഖൗമിൻ കാഫിരീൻ. ഷേബ രാജകുമാരിനെ കുറിച്ച് പറയുന്നതാണ്. ഇന്നഹ, അവിടെ ഇന്നഹ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇന്ന പ്ലസ് ഹിയ ആയില്ലേ, പിന്നെ കാനത്ത്. ഓക്കെ, അപ്പം അവൾ, അത് ആ ഒരു അവൾക്ക് എന്താണ് എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുകയാണ്. എന്താണ് അവിടെ ഇന്നഹ ഹിയന്റെ കൂടെ പ്ലസ് ഒരു കാനത്ത് കൊടുത്തിട്ട്, അവൾ അവിശ്വാസികളിൽ പെട്ടവളായിരുന്നു. ഓക്കെ, ഷീ വാസ് ഫ്രം ഡിസ്ബിലീവിംഗ് പീപ്പിൾ മിൻ ഖൗമിൻ കാഫിരീൻ.
ഇതുപോലെ ഹിയ പ്ലസ് കാനത്ത്, ഹ പ്ലസ് കാനത്ത് എന്നുള്ള രീതിയിൽ വരാം. ഡബിൾ ഷീ ആണ് അവിടെ, ബിക്കോസ് കാനത്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ഷീ ആയി, കാന എന്ന് പറയുമ്പോൾ ഓൾറെഡി ഹി ആയി. പക്ഷെ അതിന്റെ പുറമെ ഹുവയും ഹിയയും ഹായും ഹൂ ഒക്കെ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് എക്സ്ട്രാ സ്ട്രെസ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഉള്ളത് എഴുതി നോക്കാം, കാനയും കാനത്തും വെച്ചിട്ട്. ഇൻഷാല്ലാ നമ്മൾ ഇതിന്റെ പ്ലൂറലിലേക്കൊക്കെ പോകും കേട്ടോ, അവരൊക്കെ പോവും. ഇപ്പൊ നമുക്ക് ഹിയും ഷീയും ഒന്ന് ഫെമിലിയർ ആവാം ഇൻഷാല്ലാ. അൽ മുദീറു ഫിഷ് ശരിക്കത്തി. ഇതിന്റെ മീനിങ് ഒന്ന് എഴുതി നോക്കി എല്ലാരും. അൽ മുദീറു ഫിഷ് ശരിക്കത്തി. എന്നിട്ട് അതിനെ കാന ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. അൽ മുദീറു ഫിഷ് ശരിക്കത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡയറക്ടർ ഈസ് ഇൻ ദ കമ്പനി. അതിന്റെ പാസ്റ്റ് ടെൻസ് കാന ഫിഷ് ശരിക്കത്തി എന്ന് എഴുതാം, കാനൽ മുദീറു ഫിഷ് ശരിക്കത്തി എന്ന് എഴുതാം അല്ലെ. കാന ഫിഷ് ശരിക്കത്തി, കാനൽ മുദീറു ഫിഷ് ശരിക്കത്തി. ദ ഡയറക്ടർ വാസ് ഇൻ ദ കമ്പനി. ആദ്യം പറഞ്ഞത് ഡയറക്ടർ ആ കമ്പനിയിലാണ്. ഇപ്പൊ പറയുന്നത് എന്താ? ആ ഡയറക്ടർ ആ കമ്പനിയിൽ ആയിരുന്നു. കാന. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഫാത്തിമത്തു മിൻ മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര. അതിന്റെ മീനിങ് നിങ്ങൾ എഴുതിക്കോട്ടോ. ഫാത്തിമത്തു മിൻ മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര. ഫാത്തിമത്തു മിൻ മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര. എന്താ മീനിങ്? ഫാത്തിമ is from, is മിൻ എന്ന് പറയുമ്പോൾ ഫ്രം, മദ്രസത്തിൻ എ സ്കൂൾ അല്ലെ, സ്വഗീറത്തിനുണ്ട് എ സ്മോൾ സ്കൂൾ, ഫി ഇൻ മിസ്ര ഈജിപ്റ്റ്. ഇതിനെ എങ്ങനെ കാന ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതും? നമ്മൾ പഠിച്ചിരുന്നു കാന ഹി ആണ്, കാനത്ത് ആണ് ഷീ അല്ലെ. അപ്പം കാനത്ത് മിൻ മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര എന്ന് എഴുതാം, അല്ലെങ്കിൽ കാനത്ത് ഫാത്തിമത്തു മിൻ മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ കാനത്ത് എന്ന് എഴുതാണ്, ഷീ. ഫാത്തിമ എന്ന് എഴുതുന്നില്ല, ഷീ. ഓക്കെ, കാനത്ത്. ബാക്കി അതേപോലെ മിൻ ഞാൻ എഴുതുന്നില്ല അതൊന്നും. മദ്രസത്തിൻ സ്വഗീറത്തിൻ ഫി മിസ്ര. അപ്പം എന്താ മീനിങ്? She was from a small school in Egypt. ആദ്യം പറഞ്ഞത് ഫാത്തിമ ഈജിപ്തിലെ ഒരു ചെറിയ സ്കൂളിൽ ആണ്. ഇപ്പൊ കാനത്ത് പറയുമ്പോൾ എന്താണ്? ഫാത്തിമ അല്ലെങ്കിൽ അവൾ ഈജിപ്തിലെ ഒരു ചെറിയ സ്കൂളിൽ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് അൽ കിതാബു അലത്തോവിലെത്തി. എന്താ മീനിങ്? അൽ കിതാബു അലത്തോവിലെത്തി. The book is on the table അല്ലെ. അൽ കിതാബു, അൽ കിതാബു എന്ന് പറഞ്ഞാൽ the book, ആ പുസ്തകം. ഈസിന് നമ്മൾ വാക്ക് ഉപയോഗിക്കാറില്ല. അല ഓൺ, അത്തോവില ദ ടേബിൾ അല്ലെ. അൽ കിതാബു അലത്തോവിലെത്തി. അതിന് നമ്മൾ എങ്ങനെ പാസ്റ്റ് ടെൻസിൽ എഴുതാം?
ക്യാന അലത്തോവിലത്തീന്ന് എഴുതാം. ക്യാനൽ കിതാബു അലത്തോവിലത്തീന്ന് എഴുതാം അല്ലെ. ക്യാന അലത്തോവിലത്തി. ഇറ്റ് വാസ്. ക്യാന. ഇവിടെ ഹി വാസ് എന്ന് എഴുതാൻ പറ്റില്ല. കിതാബ് എന്താണ്, ജീവനില്ലാത്തതാണ്. അപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് അല്ലെങ്കിൽ അത് എന്താണ്, ആ മേശയുടെ മേലെ ആയിരുന്നു എന്ന് എഴുതും അല്ലെ. ക്യാന അല തോവിലത്തി അല്ലെങ്കിൽ ക്യാനൽ കിതാബു അല തോവിലത്തി. ഇറ്റ് വാസ് ഓൺ ദ ടേബിൾ. ഇനി അടുത്തത്, ഹാദിഹിൽ മർഅതു മിൻ മദീനത്തിക. ഹാദിഹിൽ മർഅതു മിൻ മദീനത്തിക. എഴുതിക്കോ, മീനിങ്ങോ എഴുതിക്കോ. ഹാദിഹിൽ മർഅതു മിൻ മദീനത്തിക. This woman is from your town. This woman is from your city അല്ലേ. ഈ സ്ത്രീ നിങ്ങളുടെ പട്ടണത്തിൽ, നിന്റെ പട്ടണത്തിൽ നിന്ന് ആണ്. ഇതിനെ എങ്ങനെ പാസ്റ്റ് ടെൻസിലേക്ക് എഴുതും? കാനത്ത് മിൻ മദീനത്തിക അല്ലെ. കാനത്ത് ഷീ വാസ്, അല്ലെങ്കിൽ കാനത്ത് ഹാദിഹിൽ മർഅതു മിൻ മദീനത്തിക. ഓക്കെ, കാനത്ത് മിൻ മദീനത്തിക അല്ലെങ്കിൽ കാനത്ത് ഷീ വാസ് ഫ്രം യുവർ സിറ്റി. അവൾ നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ആയിരുന്നു. ആദ്യം പറഞ്ഞത് അവൾ അല്ലെങ്കിൽ ആ സ്ത്രീ നിങ്ങളുടെ പട്ടണത്തിൽ നിന്നാണ്. കാനത്ത്, ആ സ്ത്രീ നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ആയിരുന്നു. ഖാലിദുൻ ഫി അംരീക. ഖാലിദുൻ ഫി അംരീക. ഖാലിദ് ഈസ് ഇൻ അമേരിക്ക. ഖാലിദ് ഈസ് ഇൻ അമേരിക്ക. എങ്ങനെയാണ് ഹി വാസ് അല്ലെങ്കിൽ ഖാലിദ് വാസ് എന്ന് എഴുതുക? കാന ഫി അംരീക അല്ലെങ്കിൽ കാന ഖാലിദുൻ ഫി അംരീക. He was in America. Okay. ഇനി നമ്മൾ വേറൊരു കാര്യം ഇവിടെ കണ്ടത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കാനയുടെ കൂടെ സബ്ജക്റ്റ് എടുത്ത് പറയുന്ന സിറ്റുവേഷൻസ് അല്ലേ. ഇപ്പം ഈ കിതാബിന്റെ എക്സാമ്പിൾ നമുക്ക് എഴുതാം. കാനൽ കിതാബു. കാനൽ കിതാബു അല തോവിലെത്തി. ഇവിടെ സബ്ജക്റ്റിന്റെ പ്ലേസിങ് എവിടെയാ നോക്കുക. കാന എന്നുള്ള വേർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വേർബ്, ഇവിടെ സബ്ജക്റ്റ് അല്ലേ. സാധാരണ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ, ഈവൻ മലയാളത്തിലാണെങ്കിലും അവൻ ചെയ്തു, അവൾ ചെയ്തു അല്ലേ. അല്ലെങ്കിൽ മുഹമ്മദ്
പോയി. മുഹമ്മദ് വെന്റ്, മുഹമ്മദ് വാസ്. അങ്ങനെ ആദ്യം സബ്ജക്റ്റ് പിന്നെ വേർബാ വരാം. പക്ഷെ ഇവിടെ അറബിയിൽ ഇങ്ങനെ എഴുതാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്ത്? ആദ്യം വേർബ് പിന്നെ സബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെ ഈ ആദ്യം വേർബ് പിന്നെ സബ്ജക്റ്റ് വരുന്ന സെന്റൻസസ് ആണ് എന്ത്? ജുംലത്തുൽ ഫിഅലിയ. ഇതിനെ തിരിച്ചും എഴുതാട്ടോ, നമുക്ക് അതിലേക്ക് പോവാൻ ഇൻഷാ അല്ലാഹ്. അപ്പം അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാന്ന് വെച്ചോ, കാന മുഹമ്മദുൻ, കാന മുഹമ്മദുൻ ഫിൽ ബൈത്തി. എഴുതുന്നത് വാസ് മുഹമ്മദ് എന്നാണെങ്കിലും നമ്മൾ എന്താണ്, അതായത് ഈ കാന എന്ന് പറയുമ്പം ഹി വാസ് ആണല്ലേ. ഹി വാസ് മുഹമ്മദ് ഇൻ ദ ഹൗസ്. ഇങ്ങനെയാണെങ്കിലും ഓർഡർ തിരിച്ചിട്ട് ആദ്യം മീനിങ് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം സബ്ജക്റ്റ് കൊണ്ടുവരും. മുഹമ്മദ് വാസ് ഇൻ ദ ഹൗസ് എന്നാണ് ട്രാൻസ്ലേഷൻ എഴുതുക. മുഹമ്മദ് ആ വീട്ടിൽ ആയിരുന്നു. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ കുറേ ഇങ്ങനെ ഇംഗ്ലീഷ്, അറബിന്നും ഇംഗ്ലീഷിലേക്ക് കറക്റ്റ് ഓർഡറിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടത് ഒരേ സ്ഥലത്താണ്, സ്വിഫ മൗസൂഫ് വരുന്ന സ്ഥലത്ത് അല്ലേ. വിശേഷണം വരുമ്പം അതിനെ നമ്മൾ തിരിച്ചാണ് എഴുതുക. അപ്പം ഇവിടെ കാന മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്ന് വന്നു കഴിഞ്ഞാലും, അതായത് വേർബ് ആദ്യം വന്നിട്ട് സബ്ജക്റ്റ് പിന്നെ വന്നു കഴിഞ്ഞാലും അർത്ഥം ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? മുഹമ്മദ് വാസ് ഇൻ ദ ഹൗസ്. അതേപോലെ കാന ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹി വാസ്, ഹി എന്നാണ് എഴുതുക അല്ലെ. ശരിക്കും കാന എന്ന് പറഞ്ഞാൽ ഹി വാസ്, ഹുവ എന്ന് പറയുമ്പോൾ ഹി വാസ് ഹി എന്ന് എഴുതൂല. നമ്മൾ കാന ഹുവ എന്നുള്ളത് ഹി വാസ് എന്നേ എഴുതുള്ളൂ. അപ്പം അറബിയിൽ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ എഴുതാം അല്ലെ സെന്റൻസസ്. രണ്ട് സെന്റൻസസ് ഉണ്ട് അറബിയിൽ. സ്റ്റാർട്ടിങ് വിത്ത് നൗൺ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് വേർബ് അല്ലെങ്കിൽ ഫിഅൽ. അങ്ങനെ ജുംലത്തുൽ ഇസ്മിയെയും ജുംലത്തുൽ ഫിഅലിയെയും ഉണ്ടാവും അല്ലേ. അപ്പം ഈ സെന്റൻസ് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം അതെന്താവും? അൽ ജുംലത്തുൽ ഫിഅലിയ. ഇനി സബ്ജക്റ്റ് ആണ് മുമ്പ് വരുന്നതെങ്കിൽ അത് ജുംലത്തുൽ ഇസ്മിയ ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ സബ്ജക്റ്റിനാണ് എംഫസൈസ്, സബ്ജക്റ്റിനാണ് എന്ത്? സ്ട്രെങ്ത് കൊടുക്കുക. ഇനി രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മുഹമ്മദുൻ, ഇതേ എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. മുഹമ്മദുൻ കാന ഫിൽ ബൈത്തി. മുഹമ്മദുൻ കാന ഫിൽ ബൈത്തി. മുഹമ്മദ് വാസ് ഇൻ ദ ഹൗസ്. ഇനി ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. കാന ഫിൽ ബൈത്തി മുഹമ്മദുൻ. കാന ഫിൽ ബൈത്തി മുഹമ്മദുൻ. കാന മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്നും എഴുതാം, കാന ഫിൽ ബൈത്തി മുഹമ്മദുൻ എന്നും എഴുതാം. ഇങ്ങനെ വരുമ്പം ഇതിന്റെ അർത്ഥം ഇൻ ദ ഹൗസ് വാസ് മുഹമ്മദ്. In the house was Muhammad.
എന്താണ് വേറെ വേറെ രീതിയിൽ എഴുതുന്നു എന്നുള്ളതുള്ളൂ. അപ്പം ഈ മുഹമ്മദുൻ ക്യാന ഫിൽ ബൈത്തി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിങ് എന്താണ് ഇസ്മാണ്, അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഇസ്മിയ. ഇനി മുഹമ്മദുൻ അല്ല ക്യാന മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ജുംലത്തുൽ ഫിഅലിയ ആയി മാറി. ഇനി ക്യാന ഫിൽ ബൈത്തി മുഹമ്മദുൻ, ക്യാന ഫിൽ ബൈത്തി മുഹമ്മദുൻ, ഇത് ആക്ച്വലി ജുംലത്തുൽ ഇസ്മിയാണ്. പക്ഷേ ഓർഡർ മാറ്റിയിട്ടത് കൊണ്ട് എന്താണ് പ്രെഡിക്കറ്റിന്, അതായത് ക്യാന ഫിൽ ബൈത്തിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിത് എഴുതാം. മുഹമ്മദുൻ ക്യാന ഫിൽ ബൈത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുംലത്തുൽ ഇസ്മിയാണ്. ഇത് ക്യാന ഫിൽ ബൈത്തി മുഹമ്മദുനും ജുംലത്തുൽ ഇസ്മിയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ജുംലത്തുൽ ഇസ്മിയക്ക് ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും അല്ലെ, മുബ്തദവും ഖബറും ഉണ്ടാവും. ഇവിടെ ഈ ഖബറിന് സ്ട്രെസ് കൊടുക്കുന്ന ഒരു ജുംലത്തുൽ ഇസ്മിയാണിത്. എന്നാൽ ക്യാന മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്ന് എഴുതിയാല് ക്യാന മുഹമ്മദുൻ ഫിൽ ബൈത്തി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ജുംലത്തുൽ ഫിഅലിയാണ്. ഇനി ജസ്റ്റ് ക്യാന ഫിൽ ബൈത്തി എന്ന് എഴുതിയാലും അത് ജുംലത്തുൽ ഫിഅലിയാണ്. ഇവിടെ ഈ ഒരു സെന്റൻസിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെ ജസ്റ്റ് ഓർഡർ മാറ്റി എഴുതിയിട്ടേ ഉള്ളൂ. ഇത് ജുംലത്തുൽ ഇസ്മിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ. അറബിയിൽ പല രീതിയിൽ നമുക്ക് മാറ്റി മറിച്ചും ഒക്കെ എഴുതാം. ഫസ്റ്റ് സബ്ജക്റ്റ് നെക്സ്റ്റ് വേർബ് എഴുതാം, ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതാം. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് നെക്സ്റ്റ് വേർബിൽ തന്നെ നമുക്ക് അതിനെ ഓർഡർ മാറ്റിയും എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ക്യാന ഹുവയും ജസ്റ്റ് ക്യാനയും തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ഷേബ രാജകുമാരിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു ആയത്തെടുത്തു. അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫാത്തിമത്തു ഫിൽ ബൈത്തി, ഫാത്തിമ ഈസ് ഇൻ ദ ഹൗസ്, കാനത്ത് ഫാത്തിമത്തു ഫിൽ ബൈത്തി, ഫാത്തിമ വാസ് ഇൻ ദ ഹൗസ്, ഫാത്തിമ ആ വീട്ടിൽ ആയിരുന്നു. ഇവിടെ കാനത്ത് കഴിഞ്ഞിട്ട്, കാനത്ത് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഷീ വാസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഫാത്തിമ കൊടുക്കുമ്പോൾ ഫാത്തിമക്ക് സ്ട്രെസ് കൊടുക്കാണ് അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കാം. وهو الذي خلق السماوات والأرض في 6 أيام وكان عرشه على الماء وكان عرشه على الماء. ഇവിടെ എന്താണ് അർഷ് അല്ലെ, അർഷുഹു അലൽ മായി, അർഷ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അതിന്റെ തൊട്ട് മുമ്പേ വകാന ഇറ്റ് വാസ് അല്ലെ, ഇറ്റ് വാസ് അർഷ്. അപ്പം വകാന അലൽ മായി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് വാസ് ഓൺ അബൌവ് ദ വാട്ടർ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മേലെ ആണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ അർഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അർഷിന് അവിടെ ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുകയാണ്. ഓക്കെ, ത്രോൺ അല്ലെങ്കിൽ അർഷിന് അവിടെ ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുകയാണ്.
ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കിയിട്ട് ഇന്ന് നിർത്താം. നാളെ നമുക്ക് ഇതിന്റെ പ്ലൂറലിലേക്ക് പോവാം ഇൻഷാ അള്ളാ. കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. അത്വാലിബു ഫിൽ മദ്രസത്തി. അത്വാലിബു ഫിൽ മദ്രസത്തി. എന്താ മീനിങ്? ദ സ്റ്റുഡന്റ് ഈസ് ഇൻ ദ സ്കൂൾ. ദ സ്റ്റുഡന്റ് ഈസ് ഇൻ ദ സ്കൂൾ. ആ വിദ്യാർത്ഥി ആ സ്കൂളിലാണ്. ഇതിന് എന്താണ്, എങ്ങനെ വാസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലേക്ക് ക്യാന കൂട്ടി എഴുതും. എഴുതി നോക്ക് നിങ്ങൾ കേട്ടോ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കണ്ട. ക്യാന ത്വാലിബു the student was in the school. Okay. ക്യാന ത്വാലിബു the student was in the school. അല്ലെങ്കിൽ ഇതിനെ ക്യാന ഫിൽ മദ്രസത്തി he was in the school എന്നും എഴുതാം. ഓക്കെ. ഇനി ഇതിനെ ക്യാന ഫിൽ മദ്രസത്തി ത്വാലിബു എന്നും എഴുതാം നമുക്ക്. അപ്പം എന്താവും അവിടെ? അത് ജുംലത്തുൽ ഇസ്മിയ തന്നെയാണ്, പക്ഷെ അവിടെ ക്യാന ഫിൽ മദ്രസത്തി അല്ലെങ്കിൽ സ്കൂളിലാണെന്നുള്ളതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. ഇനി രണ്ട് മൂന്ന് 1 2 കുറച്ച് സെന്റൻസസ് ഞാൻ പ്രസന്റ് ടെൻസിൽ എഴുതാം. നാളെ വരുമ്പം അതിന്റെ ക്യാന അല്ലെങ്കിൽ ക്യാനത്ത് കൂട്ടിയിട്ടുള്ള ഫോം എഴുതിയിട്ട് വന്നാൽ മതി ഇൻഷാ അള്ളാ. വേഗം എഴുതിയിട്ട് പോവാം. സഫിയത്തു മിൻ മദീനത്തിൻ ഫിൽ കുവൈത്തി. സഫിയത്തു മിൻ മദീനത്തിൻ ഫിൽ കുവൈത്തി. Okay. Sofia is from a city in Kuwait. Is from a city in Kuwait. സഫിയ കുവൈറ്റിലെ ഒരു പട്ടണത്തിൽ നിന്ന് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. അടുത്ത സെന്റൻസ് അൽ ഖലമു അലൽ കുർസിയി. അൽ ഖലമു അലൽ കുർസിയി. The pen is on the chair. അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. അടുത്തത് ബിന്തു അഖീഹി മിൻ മക്കത്ത. ബിന്തു അഖീഹി മിൻ മക്കത്ത. His brother's daughter is from Makkah. His brother's daughter is from Mecca. അവന്റെ സഹോദരന്റെ മകൾ മക്കയിൽ നിന്ന് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതാം. ഒരു സെന്റൻസ് കൂടെ. താരിഖുൻ ഫി ബ്രിത്താനിയ.
طارق في بريطانيا. طارق is in Britain. അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതാം. طارق is in Britain എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇൻഷാല്ല നാളെ ഇതിന്റെ പ്ലൂറലുകൾ നോക്കാം. പ്ലൂറൽ സബ്ജക്റ്റ് വരുന്നതും ഖാനയുടെ പ്ലൂറൽ ഫോംസും ഒക്കെ നോക്കാം ഇൻഷാല്ല. അപ്പോൾ ഇന്ന് അത്രയും വെച്ച് നിർത്തുകയാണ്. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.